നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും സജീവമായ ചർച്ചകൾക്കും വിചാരങ്ങൾക്കും വഴിവെക്കുന്ന അതേസമയം ഒട്ടേറെ വൈകാരികമായ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണോടിക്കുന്നത്. ഖന്തക്ക് യുദ്ധം അവസാനിച്ച അതേ ദിവസം തന്നെ നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും എന്നാൽ ഏറെ വേദനാജനകവുമായ ഒരു സംഭവം. അതാണ് ബനൂ ഖുറൈള സംഭവം. ഹൃദയഭേദകമായ കാഴ്ചകളും ചിന്തിപ്പിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്ന ഈ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഖന്തക്ക് യുദ്ധഭൂമിയിൽ നിന്ന് ആയുധങ്ങളെല്ലാം അഴിച്ചുവെച്ച് പ്രവാചകൻ വിശ്രമിക്കാനൊരുങ്ങുമ്പോഴാണ് ദൈവദൂതനായ ജിബ്രീലെത്തുന്നത്. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും സമാധാന കരാറുകൾ ലംഘിച്ച് വഞ്ചന കാട്ടിയ ബനൂ ഖുറൈള ഗോത്രത്തിനു നേരെ ഉടൻ പുറപ്പെടണമെന്നുമായിരുന്നു ആ സന്ദേശം. ആയിഷ ബീവിയുടേതടക്കമുള്ള റിപ്പോർട്ടുകളിൽ ദിഹിയത്തുൽ ഖൽബി എന്ന വ്യക്തിയുടെ രൂപത്തിലാണ് മാലാഖ വന്നതെന്ന് പരാമർശിക്കുന്നുണ്ട്. കേവലം മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉയരാം. മലക്കുകൾ പങ്കെടുത്ത യുദ്ധങ്ങളിൽ പോലും തിരിച്ചടികളുണ്ടായതെന്തെന്നും എന്തിനായിരുന്നു ഇത്തരമൊരു വേഷപ്പകർച്ചയെന്നും ചരിത്രകുതുകികൾ ഇന്നും ചോദിക്കാറുണ്ട്. തുടർന്ന് 3000-ഓളം വരുന്ന സൈന്യവുമായി മുസ്ലിങ്ങൾ ബനൂ ഖുറൈളയുടെ കോട്ട ഉപരോധിച്ചു. നീണ്ട 25 ദിവസങ്ങൾ. വിശപ്പും ഭയവും അവരെ തളർത്തി. അവസാനം ഗത്യന്തരമില്ലാതെ അവർ കീഴടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ അവർക്ക് നൽകപ്പെട്ട വിധി അത്യന്തം കഠിനമായിരുന്നു. പ്രായപൂർത്തിയായ പുരുഷന്മാരെ മുഴുവൻ വധിക്കാനും സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരാക്കി അടിമകളാക്കാനുമായിരുന്നു ആ തീരുമാനം. ഔസ് ഗോത്രത്തലവനായ സഅദ് ബിൻ മുആദാണ് ഈ വിധി പ്രസ്താവിച്ചത്. മദീനയുടെ മണ്ണിൽ വലിയ കുഴികൾ കുഴിക്കപ്പെട്ടു. 100 കണക്കിന് പുരുഷന്മാരുടെ ജീവൻ ആ കുഴികൾക്കുള്ളിൽ അവസാനിച്ചു. 600 മുതൽ 900 വരെ ആളുകൾ ആ ദിവസം കൊല്ലപ്പെട്ടുവെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടിമകളായി മാറ്റപ്പെട്ടു. ആ കൂട്ടത്തിൽ റൈഹാന എന്ന സ്ത്രീയെ പ്രവാചകൻ വിവാഹം കഴിച്ചതായും ചരിത്രം പറയുന്നു. ഇന്ന് 2026-ൽ ജീവിക്കുന്ന നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ പല ചോദ്യങ്ങളും സ്വാഭാവികമായും ഉയർന്നുവരും. തന്റെ ആദർശത്തിൽ ഉറച്ചുനിന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു ജനതയെ മുഴുവൻ ഈ വിധത്തിൽ നേരിടുന്നത് നീതിയാണോ? കുരങ്ങുകളെന്നും പന്നികളെന്നും വിളിച്ച് ഒരു വിഭാഗത്തെ അവഹേളിക്കുന്നത് കാരുണ്യത്തിന്റെ ദൂതന് ചേർന്നതാണോ? ഖുർആനിലെ വചനങ്ങൾ തിന്മയെ നന്മകൊണ്ട് നേരിടാൻ പഠിപ്പിക്കുമ്പോൾ ചരിത്രത്തിലെ ഈ ഏടുകൾ അതിനോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആരെയും നിന്ദിക്കാനോ അവഹേളിക്കാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ചരിത്രഗ്രന്ഥങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തുറന്നുകാട്ടാൻ മാത്രമാണ്. മനുഷ്യത്വത്തിനു മുകളിലാണോ മതപരമായ വിദ്വേഷം വരേണ്ടത്? ഒരു വശത്ത് കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ഇത്രയും ക്രൂരമായ നടപടികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് വലിയൊരു വൈരുദ്ധ്യമല്ലേ? നമ്മുടെ പൂർവികർ പറഞ്ഞുതന്ന കഥകൾ വിശേഷബുദ്ധി ഉപയോഗിച്ച് പുനർചിന്തനം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാനും ജാതിയോ മതമോ നോക്കാതെ പരസ്പരം സ്നേഹിക്കാനും കഴിയുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. ചരിത്രത്തിലെ ഈ മുറിവുകൾ പഠിക്കുന്നത് പഴയ പകകൾ തീർക്കാനല്ല, മറിച്ച് ഇനി ഇത്തരം അന്ധമായ വിദ്വേഷങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ബനൂ ഖുറൈളയുടെ ഈ ചരിത്രം നിങ്ങളിൽ എന്ത് ചിന്തകളാണ് ഉണ്ടാക്കുന്നത്? വസ്തുനിഷ്ഠമായി ചിന്തിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് വേണ്ടത് വിദ്വേഷമല്ല, മറിച്ച് പരസ്പര സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ലോകമാണ്.